നമ്മളെ ലൈഫിൽ നമ്മൾ കുറേ വിവാദങ്ങളല്ല അപവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇനിയും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, പേടിയുണ്ട് കുറച്ച്. ഒരു ഉമ്മയുപ്പയും എന്തായിരിക്കണം എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിളാണ് എൻ്റെ ഉമ്മയുപ്പയും. ഞാൻ ഒന്നാമത് നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആൾക്കാരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എനിക്ക് അത്രയും നല്ല വാപ്പാൻ്റെ മക്കളായതുകൊണ്ടായിരിക്കും അവർക്ക് വീണ്ടും ഇങ്ങനൊരു വാപ്പാനും ഇങ്ങനൊരു ഫാമിലീനെ എല്ലാം കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പാരൻസ് ഭൂമിയിൽ ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഠിച്ചവനാണെങ്കിൽ ഇങ്ങനെ ഒരു ഉപ്പാനും ഉമ്മാനും കിട്ടാൻ ഞാൻ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാളെ ഏജ് ഇവളെന്നോട് ചോദിച്ചു, ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയട്ടെ, എനിക്കും വാപ്പയുണ്ട് എന്ന് പറയട്ടെ, എൻ്റെ മുന്നും വാപ്പാൻ്റെ കഥ അവർ പറഞ്ഞോട്ടെ. ഇനി പോകുമ്പോൾ മഹസിനോട് ഞാൻ പറഞ്ഞു, മഹസി എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. ഇത്ര ചെറുതിലെ എൻ്റെ മോളൊരു എത്തിൻകുട്ടി ആയിപ്പോയല്ലോ. ആലയും ചെറുതാണ്. നമ്മളെ വീട്ടിലോട്ടേക്ക് അത് കടന്ന് വന്നപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ സെക്സ് നമുക്ക് മെയിൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് അത്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാലോ. ഇപ്പം എനിക്ക് എന്നെ അറിയാം, റെമിസ്ഖാനെ അറിയാം. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് സംസാരം ഇല്ലാതാകുമ്പോഴുള്ള പിന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് സമൂഹത്തിലോട്ടേക്ക് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞത് വളരെയധികം സന്തോഷം. കുറച്ച് സഹതാപം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമൊന്നും ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. കാലമരണം കൂടുതലാണ്. അപ്പം കുറേ വിധവകൾ, കുറേ എത്തിയും കുട്ടികൾ അല്ലെങ്കിൽ മക്കള് സേഫ് ആയിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടാവും. ആ പേടി എനിക്കും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ Q&A ആയിട്ട് വന്നേ. കഴിഞ്ഞ പാട്ടിനകത്ത് നമ്മൾ രണ്ടുപേരും സ്റ്റോറി പറഞ്ഞു. അതായിരുന്നു നമ്മളെ Q&Aൻ്റെ അകത്ത് കൂടുതൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായത്. അപ്പം ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. അതിങ്ങനെ വലിയ ലോങ് വീഡിയോ ഇടാനുള്ളതല്ല. അപ്പം പിന്നെ ഒത്തിരി ലേറ്റ് ആക്കണമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരെ മുഷിപ്പിക്കുന്നത് പിന്നെ അവർ നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞോ. നിങ്ങളെ പേരോ? എൻ്റെ പേര് റമീസ്. നാട് വരുന്നത് നമ്മളെ ശ്രീകണ്ഠാപുരം വളക്കെന്ന് പറഞ്ഞ ആ ഒരു നെടുവാലൂർ. പിന്നെ തളിപ്പറമ്പിന് അടുത്താണോന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തളിപ്പറമ്പ് താലൂക്കാണ്. ഒരു 15 കിലോമീറ്റർ. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റോഡ് 15 കിലോമീറ്റർ. എൻ്റെ പേര് ആസിയ. ഞാൻ പേരാവൂർ സ്വദേശിയാണ്. പക്ഷേ ഇപ്പോൾ 3 വർഷമായിട്ട് പേരാറിൻ്റെ തൊട്ടിപ്പുറത്താണ്, ഒരു 5 കിലോമീറ്റർ ഇപ്പുറത്ത് മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അങ്ങോട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീട് വെച്ചതും അവിടെയാണ്. നിലവിലിപ്പം നമ്മൾ താമസിക്കുന്നത് അവിടെയാണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മക്കളെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ആലിയ മെഹവിഷ്, രണ്ടാമത്തെ ആൾ അസുബ മെഹക്. പിന്നെ ഇത് നമ്മളെ മക്കളാണ്. അതിൻ്റെ അകത്ത് ഇത്താക്ക് മക്കളുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ ഉദ്ദേശിച്ചതെന്ന് അറിയാം. അപ്പം റമീസ്കാക്ക് മുമ്പേ ഉള്ള ലൈഫിനകത്ത് മക്കളില്ല. അപ്പോൾ നമ്മൾ റമീസ്ഖാൻ്റെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായി, അവൾ BEd പഠിക്കുന്ന കാരണം മക്കൾ എന്നുള്ളത് കുറച്ചൊന്ന് നീട്ടി വെച്ചു. പക്ഷെ BEd കഴിഞ്ഞ സമയത്ത് കഴിയാനിരിക്കുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ടായത്. അപ്പം കഴിഞ്ഞതിനകത്ത് മക്കളില്ല. പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ മക്കളുണ്ട്, 2 പേരാണ്. അപ്പം അത് മുമ്പേ എൻ്റെ ഫൽക്കാനെയും മക്കളായിരുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ, അങ്ങനെയല്ല. അതാണ് നമ്മളെ മക്കൾ. പിന്നെ അത് ഇപ്പോഴും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യം അത്, റമീസ്കാക്ക് മക്കളുണ്ടോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് നോക്കാം. നമ്മളോട് Q&A ചെയ്യുമെന്ന് വീണ്ടും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു റിഹ ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഐഡിൻ്റെ അകത്തുനിന്നാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ Q&A ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റമീസ്കാക്ക് എത്ര മക്കളുണ്ട്, ഇത്താക്ക് എത്ര മക്കളുണ്ട് എന്ന് ഒന്ന് പറയുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞത് അതാണ്. പിന്നെ ഇതന്നെ, റമീസ്കാക്ക് എത്ര മക്കളുണ്ട്, മക്കളില്ലേ, ജസീലാക്ക് മക്കളുണ്ടോ, ഇതന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഒറ്റ ആൻസർ. പിന്നെ നമ്മളെ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെയിലി 2 വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്യാൻ തന്നെ പെടുന്ന പാട്, ചെയ്യാൻ ഇച്ചിരി മടിയുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ തുടങ്ങും
ആ ഒരു ഇതുണ്ട്. ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാണ്ട് പുറത്ത് വന്നിരുന്നിട്ട് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഇരിട്ടിക്ക് അടുത്തുള്ള ഇക്കോ പാർക്കിൽ വന്നിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു സമാധാനമായ അന്തരീക്ഷത്തിൽ വരാൻ വേണ്ടി അങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ, നല്ലൊരു സ്ഥലമാണ്. വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടേക്കുള്ള ചാർജ് കൂട്ടിയിട്ടുണ്ട്. ആദ്യം 20 രൂപയായിരുന്നു, ഇപ്പം 35 ആക്കിയിട്ടുണ്ട് പെർ പേഴ്സണെ. പിന്നെ ഒരു ഷാനൂസ് ആള് നമ്മളോട് ലവ് സ്റ്റോറി പറയുമെന്ന് ചോദിച്ചില്ല. അപ്പം നമ്മൾ ലവ് മാരേജ് ഒന്നും അല്ല, നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സ്റ്റോറി നമ്മളിനി പറയാനിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷാനൂസിനെ ഞാൻ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്തത് ഇൻസ്റ്റയിലും ഒരുപാട് പ്രാവശ്യം വന്നിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ യൂട്യൂബിലും വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വളരെയധികം സന്തോഷം. പിന്നെ ആസിയ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് മുഴക്കുന്നിലാണ് താമസിക്കുന്നത്. നമ്മൾ റെമിസ്കാൻ്റെ വീട്ടിൽ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് നിൽക്കുന്നത്. മുഴക്കുന്നിൽ നിൽക്കും, വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ റെമിസ്കാൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കും. വളരെയധികം ഹാപ്പിയാണ്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെമിസ്കാൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട്. എനിക്ക് 2 ഇക്കാക്കമാര്. അവരോട് പറ. ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി. അതെനിക്ക് ക്യാമറയിലേക്ക് നോക്കി പറയാൻ ചടപ്പുണ്ടാവും, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് 2 ഇക്കാക്കമാരുണ്ട്, പിന്നെ അനിയൻ, ഉപ്പ, ഉമ്മ. പിന്നെ 2 ഇക്കാക്കമാരെ കല്യാണം കഴിഞ്ഞാണ്. അവർക്ക് രണ്ടാമത്തെ ഇക്കാക്കക്ക് ഒരു കുട്ടിയും മൂത്ത ഇക്കാക്കക്ക് 2 കുട്ടികളാണ് ഉള്ളത്. പിന്നെ അനിയൻ ഇപ്പോൾ നാട്ടിലുണ്ട്. അവൻ സിഗ്മയാണ്. കല്യാണാലോചനകൾ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാണ്. കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടൊന്നും അല്ല, നല്ല എക്സ്ട്രോവേർട്ടാണ്. എനിക്ക് എൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണേ. പിന്നെ എന്ന് പറയാനായിട്ട് ജസീലയുടെ വീട് എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു കിലോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കേണ്ട ഒരു ദൂരം. വണ്ടിയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്റർ അത്ര ആ ഒരു ദൂരം. പക്ഷെ വളഞ്ഞു പോകുന്നതാണ് റോഡിലൂടെ പോകുന്ന സമയത്ത്. നടക്കേണ്ടതാണ്. ഒരു ചെറിയൊരു ഡാം കടന്നിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയയുള്ളൂ. പിന്നെ ഇനി നിൻ്റെ ഫാമിലിനെ കുറിച്ച്? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മക്കളാണ്. എൻ്റെ വീട്ടിൽ ദീദിയുണ്ട്, ഇക്കാക്ക, പിന്നെ ഉപ്പ 2019 മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇക്കാക്കാൻ്റെ വൈഫ് മരിച്ചതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദീദി കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട് 2 പേര്. ഉമ്മ വളരെ ചെറിയൊരു അണുകുടുംബം. പിന്നെ ഫാമിലി കസിൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവരെല്ലാം ഞാൻ പറ്റുന്ന പോലെ നമ്മളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം, എനിക്ക് കുട്ടികളുണ്ടോയെന്ന് ചോദിക്കാൻ കാരണം നമ്മൾ ആദംകുട്ടിയെ കണ്ടിട്ടാണ്. ആദംകുട്ടി എന്ന് പറയുന്നത് എൻ്റെ ഇക്കാക്കയുടെ രണ്ടാമത്തെ ഇക്കാക്കയുടെ കുട്ടിയാണ്. ഇക്കാക്കയും വൈഫും സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചെറിയ മോനായോണ്ട് അതിനെ ഉമ്മയുപ്പയാണ് ഇപ്പം നാട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മ ഉപ്പ പറയുന്നത് അവൻ്റെ ഉമ്മയും ഉപ്പയും. റെമിസ്കാന്റെ ഉമ്മയുപ്പയും അല്ല, അപ്പൊ എൻ്റെ ഉമ്മയുപ്പ നമ്മളെ ഉമ്മയുപ്പയാണ്. അപ്പം പിന്നെ അവരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും ഒന്നിച്ചുണ്ടാവും. ഞങ്ങൾ അവിടെ പോകുന്ന സമയത്തൊക്കെ ഒന്നിച്ചുണ്ടാവും. ആദംകുട്ടി ഉണ്ടാവും. അപ്പൊ ഞാൻ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാം ചോദിച്ചിട്ടുണ്ട് റെമിസ്കാന്റെ മോനാണോ എന്നെല്ലാം വന്ന് ചോദിച്ചിട്ടുണ്ട്. റെമിസ്കാൻ അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, നമ്മളെ മോൻ തന്നെ. പിന്നെ പക്ഷെ ബയോളജിക്കലി റെമിസ്കാന്റെ ഏട്ടന്റെ മോനാണ്. പിന്നെ റെമീസ്കാക്ക് കുട്ടികളുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൂടെ തന്നെ കാണൂലേ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളെ മക്കളായി നമ്മളെ കൂടെ തന്നെ ഉണ്ടാവൂലേ. ആലിന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാവില്ലേ. പിന്നെ അവര് ആലി ഹസ്ബൻഡും ക്യാമറയുടെ മുന്നിൽ വരാം. ഇപ്പൊ എനിക്ക് തന്നെ നല്ല ചെറുപ്പാണ്. അവര് തീരെ ആലിക്ക് ഇഷ്ടമുണ്ട് വരാന്. പിന്നെ ഇപ്പൊ പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് വെക്കേഷൻ ആണെങ്കിലും ഒന്ന് പഠിത്തം കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പുതിയ സ്കൂളിലോട്ടേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡ് പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ വിശേഷങ്ങളിൽ അവരെ കൂടെ തന്നെ നമ്മൾ പറയാം ഇൻഷാല്ലാ. ആലി കുറച്ചൊന്ന് ആ ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ മാത്രം ഉള്ളപ്പോൾ ക്യാമറയിലും നോക്കി സംസാരിക്കും. എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര മുഖപ്പടെ മാറുകള്. പിന്നെ വേറെ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഫൽക്കാൻ്റെ വീട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫൽക്കാൻ്റെ ഫാമിലി. ഉമ്മ ഉപ്പ 5 സഹോദരങ്ങൾ, അവരൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചു. ബാക്കി ഞാനിങ്ങനെ ഓർത്ത് വെച്ചതാണ് പറയാന്നുള്ള രീതിക്ക്.
പിന്നെ നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നതും ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നതല്ല. നിങ്ങൾ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമ്മളെ ആ ഒരു പോസ്റ്റിൻ്റെതായ ഒരാൾ കമൻറ്റ് ചെയ്ത്, ആ കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആളെ കമൻറ്റ് പിന്നെ ഡിലീറ്റ് ചെയ്ത് പോയി. കാരണം ഞാൻ അതിന് കൊടുത്തൊരു മറുപടിക്ക് ഒരുപാട് ലൈക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ചോദിച്ചത് ഒരു മോശമായി തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി. അപ്പം ഞാൻ ഫൽഖാനെയും റമീസ്ഖാനെയും തമ്മിൽ എന്തിനാണ് കമ്പയർ ചെയ്യുന്നതെന്നുള്ള രീതിക്കാണ് ചോദിച്ചത്. പക്ഷെ അവരെ തമ്മിൽ കമ്പയർ ചെയ്യല്ല, ഒന്ന് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് പഠിച്ചവനൊന്ന് കൊടുത്ത് എന്നുള്ളതാണ് ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാവരും മനസ്സിലാക്കി, ഒരൊറ്റയാൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ആളെന്തെങ്കിലും നമ്മൾ പല ആൾക്കാർ പല രീതിയിലാണല്ലോ വായിക്കുക, അങ്ങനെ വായിച്ചതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. പിന്നെ അപ്പം അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം, ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫൽക്ക് പോയ സമയത്ത് അത്യാവശ്യം എഴുതി ഇങ്ങനെ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ രാത്രിയുള്ള ഉറക്കമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ എഴുതി ഇടും. അപ്പോഴേ എൻ്റെ ഫ്രണ്ട്സ് പറയും എൻ്റെ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ സങ്കടമാകുന്നു എന്നെല്ലാം പറയും. പക്ഷെ അതെനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കനം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കസിൻസൊക്കെ കൂടുന്ന സമയത്ത് ഫോട്ടോസൊക്കെ ഇടും. അങ്ങനെ ഇൻസ്റ്റ ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നിച്ചു നമ്മളെ കാര്യങ്ങളും ഞാൻ അതിനകത്തോട്ടേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി, സന്തോഷങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. ആ കൂട്ടത്തിലാണ് ഹസ്ബൻഡ് ബർത്ത്ഡേ വന്നപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതും. ആ പോസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ആൾക്കാർ കണ്ടല്ലേ, ഇപ്പം അതൊരു 1 മില്യൺ അടിക്കാൻ വേണ്ടി പോകുന്നു. അതിങ്ങനെ അത്രയും ഇതിനകത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. റമീസ്ക കാണുന്നുണ്ടാവും, ഞാനിങ്ങനെ കുറേ നേരം ഫോണിലിരുന്ന് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്കിപ്പം ഈ അകാല മരണം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ, അകാല മരണം വളരെ കൂടുതലാണ്. പിന്നെ അറ്റാക്ക് ഒന്നും ഒരിക്കുന്നൊക്കെ മറ്റേ കോവിഡിൻ്റെ ഇതെടുത്തിട്ടാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ തന്നെ കാണാം. അല്ല അങ്ങനെ ഇൻസ്റ്റയിൽ കാണാം. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അകാല മരണം കൂടുതലാണ്. അപ്പം കുറേ വിധവകൾ, കുറേ എത്തിയും കുട്ടികൾ അങ്ങനെ നമ്മളെ സമൂഹത്തിലുണ്ട്. അപ്പം നോർമലി ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആണിന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ആണിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു പെണ്ണിൻ്റെ കൂട്ട് വേണം എന്നുള്ളതുകൊണ്ട് ആണുങ്ങളെ എപ്പോഴും കല്യാണം കഴിപ്പിക്കാൻ നമ്മളെ സമൂഹം പെട്ടെന്ന് തന്നെ മുന്നിട്ടിറങ്ങും. ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സ്ത്രീകളോട് പറഞ്ഞാലും സ്ത്രീകൾ സമ്മതിക്കൂല. മെയിൻ ഒന്ന്, പിന്നെ അതിപ്പം ഞാനങ്ങനെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമില്ലായിരുന്നു എന്ന് ആൾക്കാർ കരുതുമോ എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ്. പക്ഷേ അങ്ങനൊരു തോന്നലിൽ നിന്ന് നമ്മൾ മാറണം. പിന്നെ ഒരിക്കലും നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ കാര്യത്തിൽ എപ്പോഴും പറയുന്നുണ്ട്, ജസീലാനുള്ള സ്നേഹം ഒരിക്കലും മാറൂല എന്ന് റമീസ്ക്ക് പറയുന്നുണ്ട്. ഫൽക്ക് എപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഞാനും പറയുന്നുണ്ട്. അപ്പം തിരിച്ചു വരാത്തൊരാൾക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഓർമ്മകളിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. നല്ല ഓർമ്മകളിൽ ജീവിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ അവർ നഷ്ടപ്പെട്ട ഓർമ്മകളെ നമ്മളെ ഉള്ളിലോട്ടേക്ക് എപ്പോഴും വരുള്ളൂ. ഈ മനുഷ്യന്മാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കാര്യത്തിനകത്ത് ഒരു 2 കാര്യം നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ആ 98 നല്ല കാര്യങ്ങൾ മറന്നിട്ട് നെഗറ്റീവിനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. ഞാനൊക്കെ മെയിൻ അതാണ്. ഇപ്പം എനിക്ക് ഇത്രയും കമൻറ്റ് വന്നതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് ഒന്ന് മോശമായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടാവുള്ളൂ. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, ഇത്രയും ആൾക്കാർ നല്ലത് പറയുന്നില്ല, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ച് ഞാനങ്ങനെ എന്നെ മാറ്റുന്ന ഒരാളാണ്. അപ്പം ഒന്ന് അതാണ് സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാനുള്ള മടി. പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കൾ സേഫായിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടാവും. ആ പേടി എനിക്കും നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പെൺകുട്ടികളാണ്. പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വന്തം വാപ്പയാവാൻ പറ്റുമോ, എന്നെ സ്നേഹിക്കുമായിരിക്കും, എൻ്റെ മക്കളെ സ്നേഹിക്കുമോ, അങ്ങനെയുള്ള പേടികളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഇടപെടലും ഞെട്ടിച്ചുകൊണ്ട് ഈ അവതാരം വന്നിരിക്കുന്നു. എങ്ങനെയാണോ ഫൽക്ക നോക്കിയിട്ടുണ്ടായത്, ഞാൻ ആ കഥയൊക്കെ പറയുമല്ലോ, അപ്പം അതിനേക്കാൾ ഒരുപടി മേലെ വേണം ഞാൻ മക്കളെ നോക്കാനെന്നുള്ളൊരു ചിന്താഗതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിപ്പം എന്നെ ബോധിപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ കാണാത്ത സമയത്ത് ഒരു മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും മക്കൾ എന്നോട് പറയലുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആലി. നിങ്ങളെന്താ മിണ്ടാത്തെ? എന്നെ കുറിച്ചിട്ട് പറയുന്ന കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയൊന്നുമല്ല. അപ്പം നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു രണ്ടാമതൊരു കല്യാണം കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ട്ണറോടുള്ള ഇഷ്ടം കുറയുന്നൊന്നുമില്ല.
അവരെപ്പോഴും അവർക്ക് വേണ്ടി നമുക്ക് പിന്നെ ഇനി ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ഈ ഒറ്റയ്ക്ക് സൊസൈറ്റിയിൽ ജീവിക്കുന്ന പറഞ്ഞാൽ പലവിധ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും, അപവാദങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും. അപ്പം അതിനെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് സന്തോഷം, ആ ഓർമ്മകൾ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക. ഇനി അല്ല മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നമ്മളൊരു ഒറ്റപ്പെടലിലോട്ടേക്ക് മാറുകയാണെങ്കിൽ അതൊരിക്കലും ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ച് സഹതാപം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമൊന്നും ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് അയച്ചതിനകത്ത് ഒരുപാട് ആൾക്കാർ ഹസ്ബൻഡ് മരിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാവും എന്ന് പേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് പറയൂല വീട്ടുകാരോട്. അപ്പം നമ്മളൊരു കാര്യം വന്ന സമയത്ത് ഞാൻ എപ്പോഴും അങ്ങനെ പറയും, ഞാൻ എന്തായാലും കല്യാണം കഴിക്കും. കാരണം ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുട്ടിനെയും കൊണ്ട് ജോലിക്ക് പോയ ഒരാളാണ്. അപ്പോൾ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. പക്ഷെ പറ്റുന്ന പോലെയല്ല നമ്മൾ ഒരു കാര്യത്തിനും തളർന്നിരിക്കാണ്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പം കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും സെക്കൻഡ് ലൈഫ് ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായമാണ്. പല ആളുകൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. ഇങ്ങോട്ടേക്ക് വെയിൽ വന്ന് അപ്പം ഇങ്ങനെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാം, ഇങ്ങനെ പേടിയുണ്ട്, എനിക്ക് 2 മക്കളാണ്. കൂടുതലും വന്ന ആൾക്കാരെല്ലാം 2 മക്കളുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, പക്ഷെ നിങ്ങളെ ലൈഫ് കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് സമൂഹത്തിലോട്ടേക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷം. പിന്നെ അവരിപ്പം ഇനിയിപ്പം നോക്കാലേന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വീട്ടുകാർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഇതുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരാൾ വരികയാണെങ്കിൽ നമ്മളെ റമീസ് ഖാനെല്ലാം പോലെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന ആരെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായും സെക്കൻഡ് ലൈഫിലോട്ടേക്ക് പോകണം. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നോട് വന്നിട്ട് കഥ പറയുന്നുണ്ട് അവരുടെ ഇത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇത് എന്തായാലും നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം അതാണ് എനിക്കിത് ഇങ്ങനെ പറയണമെന്ന് എല്ലാവരോടത്തും ഒന്ന് പറയുന്ന ഓർമ്മയുണ്ടോ, പറയണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം അതാണ് പറയാനുള്ളത്. ഇനി റമീസ്ക്കാക്ക് എന്താ പറയാനുള്ളത്? സിംഗിൾ ലൈഫ് കുറച്ച് ടാസ്ക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എൻ്റെ ഈ 2 വർഷത്തോളം ഞാൻ എങ്ങനെ കൊണ്ടുപോയെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സംസാരിക്കാനും ആരില്ലാതെ ഞാൻ ചൂസ് ചെയ്തതാണ്. ഒറ്റപ്പെട്ട ലൈഫ് ഞാൻ ആദ്യം ചൂസ് ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കര ടാസ്ക്കാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആരും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് സംസാരം ഇല്ലാതാകുമ്പോഴുള്ള. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പിന്നെ നമുക്ക് പാർട്ട്ണറിനോട് സംസാരിക്കുന്ന പോലെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ സെക്സ് നമുക്ക് മെയിൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് അത്. അപ്പം നമ്മളൊരു പാർട്ട്ണർ നഷ്ടപ്പെട്ട് എന്ന് കരുതിയത് കൊണ്ട് പിന്നെ അതിനു വേണ്ടിയാണോ നമ്മൾ കല്യാണം കഴിക്കുന്നതെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് പേടിച്ചിട്ട്, നിങ്ങൾക്ക് നിങ്ങളെ അറിയാലോ. ഇപ്പം എനിക്ക് എന്നെ അറിയാം, റമീസ് ഖാനെ അറിയാം, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് നമ്മളൊരു ഒറ്റപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ലൈഫിൽ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഒരാൾ കൂടെ വന്ന് നമ്മൾ ഓക്കെ ആയി വരുന്നത് എന്ന് തോന്നുമ്പം. ഇതിന് മുമ്പത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. കാരണം പറയാൻ പറ്റൂല. ആ ഒരു അനുഭവിച്ച നിമിഷങ്ങൾ ഞാൻ അനുഭവിച്ചൊരു ഇതെന്ന് വെച്ചാൽ പുറത്തുള്ളവർക്ക് കാണുന്നവർക്ക് ഇതിപ്പോൾ എന്താണ് ഇത് നമ്മൾ പറയുന്നത് വലിയ തമാശയായിട്ട് തോന്നാം. നമ്മളെ ആരോ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു കോമഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് സീരിയലിന്റെ പുറകെയായിരുന്നു സ്ത്രീകള്, ഇപ്പം ഇങ്ങനത്തെ കോമഡി കാര്യങ്ങളുടെ പുറകെയാണ്. പക്ഷെ അല്ല, ഇത് അനുഭവിച്ചവർക്ക് ഇതിൻ്റെയൊക്കെ വിഷമവും സങ്കടങ്ങളും എല്ലാം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ ഒരു സീൻ എന്നെല്ലാം പറയുന്നത് സിമ്പിളായിട്ട് തോന്നും, കഥകളായിട്ട് തോന്നാം. നമ്മളെ ലൈഫിലോട്ടേക്ക് വരുന്നവരെ നമുക്കതൊരു കഥയായിരിക്കും. നമ്മൾ അതിനു മുമ്പൊക്കെ കുറേ ആക്സിഡന്റ് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും, ഇങ്ങനെ മരണം, തീപിടുത്തം ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അയ്യോ അവിടെ അങ്ങനെ സംഭവിച്ചു, ആ ഒരു അയ്യോല് നമുക്കത് തീർന്നു.
നമ്മളെ വീട്ടിലോട്ടേക്ക് അത് കടന്നു വന്നപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് നമ്മൾ ഫാമിലി ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. നമ്മളിങ്ങനെ എത്ര കേൾക്കുന്നുണ്ടല്ലേ, നമുക്ക് വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും സങ്കടം എന്താ പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ മക്കളെ വിചാരിച്ചിട്ടാണ് സെക്കൻഡ് ലൈഫ് ചൂസ് ചെയ്തത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എൻ്റെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന് 40 ദിവസം മാത്രമേ വാപ്പാന്നുള്ള ഒരാളെ ചൂടും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം ഇത്ര ചെറുതിലെ എൻ്റെ മോളൊരു എത്തിൻകുട്ടി ആയിപ്പോയല്ലോ. ആലിയും ചെറുതാണ്, പക്ഷെ എന്നാലും ആലിക്ക് ഒരു 5 വയസ്സ് വരെയെങ്കിലും മിനിമം ഫൽക്കാൻ്റെ സ്നേഹം നല്ലപോലെ അനുഭവിക്കാൻ പറ്റിയ കുട്ടിയാണ്. അപ്പോൾ ഹസ്ബൻഡിന് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ഹസ്ബൻഡ് ആണെങ്കിൽ ഈ ആണുങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓരോ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അപ്പം നമ്മളിങ്ങനെ അക്ഷയയിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ അക്ഷയയിലിരിക്കുന്ന സമയത്ത് ഞാനങ്ങനെ ആധാർ എടുക്കുമ്പോൾ ഒരു കുട്ടി ഉപ്പയും 2 മക്കളും വന്നു. എൻ്റെ മക്കളെ പോലെ തന്നെ, ഒന്ന് വലിയ കുട്ടി ഒന്ന് ചെറിയ കുട്ടി. അപ്പം ഞാനിങ്ങനെ ഉപ്പാനെയും മക്കളെയും കാണുമ്പോൾ ഞാൻ നോക്കി പോട്ടാം, കാരണം എൻ്റെ മക്കൾക്ക് അതില്ലല്ലോ എന്നുള്ളൊരു ഇതെൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം. അപ്പം നോക്കിയപ്പോൾ ഇവരിങ്ങനെ കളിക്കുക. ശരിക്കും ഫൽക്ക ആ സമയത്ത് കളിച്ചിരുന്ന ആ കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അന്ന് എനിക്കുണ്ടായൊരു നെഞ്ചത്തുണ്ടായൊരു വേദനയുണ്ട്. ഞാൻ വൈകുന്നേരം അക്ഷയെന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ മഹസിനോട് ഞാൻ പറഞ്ഞു, മഹസി എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. അവരെ സന്തോഷം കണ്ടിട്ട് സങ്കടമായി എന്നല്ല കേട്ടോ, എൻ്റെ മക്കൾക്ക് അത് ഇല്ലാലോ, ഇനി അത് കിട്ടൂലല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു നമുക്ക് ഭയങ്കര സങ്കടം. പിന്നെ ആലീൻ്റെ കഥ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മളെടുത്ത് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന അത്ര ക്ലിയർ അല്ലേനു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മറ്റേ എത്തിയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പയില്ലാത്ത കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഉപ്പാനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കാം. പിന്നെ അവളിങ്ങനെ ആളെ കാണുമ്പോൾ കുട്ടികൾ ഉപ്പാനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നിർത്തും. അവരെന്തെങ്കിലും ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്ന കാര്യങ്ങളോ ഏതോ പറയുമ്പോൾ നിർത്തും. പക്ഷെ ഇത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളെ കാണുമ്പോൾ നിർത്തുന്നതാണെന്നുള്ളത്. ഇത് ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഇത് ഇവർക്ക് സങ്കടമേനോ എന്ന് ഞാൻ അറിഞ്ഞത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ, റമീസ് ഖാൻ്റെ കാര്യം വന്നു, കല്യാണത്തിലോട്ടേക്ക് എത്തി. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഒന്നും നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ആ പറയാത്ത സമയത്ത് ഇവളെന്നോട് വന്നിട്ട് ചോദിച്ചു, നമ്മളിങ്ങനെ ഇനി എല്ലാവരും അറിയിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഇവളെന്നോട് ചോദിച്ചു, ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയട്ടെ, എനിക്കും വാപ്പയുണ്ട് എന്ന് പറയട്ടെ, എൻ്റെ മുന്നും വാപ്പാൻ്റെ കഥ അവർ പറഞ്ഞോട്ടെ, ഇനി എനിക്കും അഭിമാനത്തോടെ പറയണം എന്നെല്ലാം പറഞ്ഞിട്ട് ഓളത് പറഞ്ഞ സമയത്താണ് ഓളെ ഉള്ളിൽ അത് അത്രയും ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അത് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഫൽക്കാൻ അനിയന്മാർ വരുന്ന സമയത്ത് അവരും അവരെ കുട്ടികളും തമ്മിൽ കളിക്കുമ്പോൾ ഇവരെ നോക്കിയിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ മാറ്റി നിർത്തിയൊന്നുമല്ല. പക്ഷെ എന്നാലും ഉപ്പയും മക്കളും തമ്മിലൊരു ബോണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അവർക്ക് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ മക്കളായിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ കളിക്കുന്ന സമയത്ത് അത് ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇവളത് കണ്ടു നിന്നിട്ട് അതും എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ആലി കൂടുതലും ഇങ്ങനെയുള്ള വിഷമങ്ങൾ പറയാം, വേറെ ആരും മുമ്പൊന്നും പറയൂല. പിന്നെ ഈ ഫൽക്ക പോയ സമയത്ത് ഞാനും ആലിയും തമ്മിൽ ഒറ്റയ്ക്ക് അധികം സംസാരിക്കൂലേനു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളെന്തെങ്കിലും ടോപ്പിക് എടുത്തിടും, അപ്പോൾ എനിക്ക് കരച്ചിൽ വരും, ഞാൻ കരയും, അപ്പോഴേ ഇവള് കരയും. നമ്മൾ രണ്ടും കൂടെ പിന്നെ ഓരോ കാര്യങ്ങളും, നമുക്കല്ലേ നമ്മളെ ലൈഫിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ, നമ്മൾ വേറെ താമസിക്കുന്ന കാരണം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കരയും. അപ്പോൾ നമ്മളങ്ങനെ സംസാരിക്കൂലേനു. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ മക്കൾ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയൊക്കെ പടച്ചവനോട് നന്ദി പറയണമെന്നറിയില്ല. അതും അവർക്ക് ഇങ്ങനെ ഒരു വാപ്പാനെ കിട്ടിയതിനകത്ത്. അതുപോലെ റമീസ് ഖാനെ കുറിച്ചിട്ട് എനിക്ക് റമീസ് ഖാൻ ഇരുത്തി പുകഴ്ത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ടാളെ ഏജ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളെ ഏജ് എനിക്ക് 1 വയസ്സിൻ്റെയും വ്യത്യാസമില്ല കേട്ടോ. 28 വയസ്സാണ് എനിക്ക്, റമീസ് ഖാക്ക് 29 വയസ്സ്. ഒരു 95 ഒക്ടോബറിലാണ് റമീസ് ഖാ ജനിക്കുന്നത്, 96 മെയ്യിലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അത്രയും മാസങ്ങൾ വ്യത്യാസമേ നമ്മളുള്ളൂ. പക്ഷേ പെണ്ണിനെ സംബന്ധിച്ച് 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയാവുമ്പോൾ 9 വയസ്സിലെ കുട്ടി സ്വാഭാവികമാണ്. പക്ഷേ റമീസ് ഖാ 29ാമത്തെ വയസ്സിൽ 9 വയസ്സുള്ളൊരു കുട്ടീൻ്റെ വാപ്പയായിട്ടാണ് നമ്മളെ ലൈഫിലോട്ടേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് റമീസ് ഖാൻ്റെ ഫാമിലിനെയും കുറിച്ച് കൂടെ പറയണം. റമീസ് ഖാൻ്റെ നമ്മളെ സ്റ്റോറി പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനകത്ത് പറയേണ്ടതാണ് ഈ കാര്യം, എന്നാലും ഞാൻ പറയാം. റമീസ് ഖാൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എനിക്ക്
ഏത് ലെവലിലോട്ടേക്ക് എനിക്ക് അവരെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പഠിച്ചവനാണ് എനിക്കറിയില്ല. വെറുതെ ഇപ്പം പുതിയൊരു അമ്മായിയപ്പനും അമ്മായിയമ്മയും ആയതുകൊണ്ട് അവർ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല. പഠിച്ചവനാണെങ്കിൽ ഇങ്ങനൊരു ഉപ്പാനും ഉമ്മാനും കിട്ടാൻ ഞാൻ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, സത്യമായിട്ടുണ്ട്. എനിക്ക് ശരിക്കും അവരെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ കണ്ണ് നിറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ റമീസ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം എന്തായാലും 29 വയസ്സ് ആയിട്ടുള്ളൂ. പിന്നെ അവരെ ചെറിയ മോൻ തന്നെ, പിന്നെ കുട്ടികളൊന്നും ഇല്ല, പിന്നെ ഭാര്യ ആക്സിഡൻറ്റിൽ മരിച്ചത്. എന്തുകൊണ്ട് റമീസ്ക്ക് സെക്കൻഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിക്കാത്തൊരു പെണ്ണിന് എന്തായാലും കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടികളില്ലാത്ത ഒരാളെ കിട്ടുമായിരുന്നു. പക്ഷേ റമീസ്ക്കായിട്ട് തീരുമാനിച്ചു എനിക്കിങ്ങനെ കുട്ടികളുടെ വാപ്പയാവാനാണ് ഇഷ്ടം എന്നുള്ളത് തീരുമാനിച്ച് അത് പാരൻസിനോട് പറഞ്ഞപ്പോൾ അവരതിന് ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും. ഇപ്പോഴും നമ്മൾ ആ വീട്ടിൽ പോകുമ്പം ആ മക്കളെ ഉപ്പ നോക്കുന്ന ആ ഒരു രീതി ഞാൻ അങ്ങനെ ഒരു പാരൻസ് ഭൂമിയിലുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനർത്ഥം ഞാൻ ഫൽഖാൻ്റെ ഫാമിലീനെ അവർ മോശം എന്നുള്ള രീതിക്കല്ല പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഇപ്പോൾ റമീസ് ഖാൻ്റെ ചോരയിലുണ്ടായ മക്കളല്ല, അത് പറയുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ലെങ്കിലും സത്യം അതാണ്, അങ്ങനെയല്ല. പക്ഷേ ഞാൻ ആ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അത് പിന്നെ അവരെ ഇത് രണ്ടാമത്തെ വാപ്പയാണ്, അത് രണ്ടാമത്തെ വാപ്പാൻ്റെ ഉമ്മയും ഉപ്പയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ തോന്നിപ്പിച്ചിട്ടുമില്ല. മക്കളെ അത്രയും നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അവരെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അവരത്രയും നന്നായിട്ട് മക്കളെ നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. എൻ്റെ മക്കൾക്ക് ഇതിലും നല്ലൊരു ഗ്രാൻഡ് പാരൻസിനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ചിലപ്പം അത്രയും നല്ല മക്കളായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും നല്ല വാപ്പാൻ്റെ മക്കളായതുകൊണ്ടായിരിക്കും അവർക്ക് വീണ്ടും ഇങ്ങനൊരു വാപ്പാനും ഇങ്ങനൊരു ഫാമിലീനെയും എല്ലാം കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്കായിരിക്കും നമ്മളെ വീടുകളിൽ പ്രാധാന്യം കൂടുതലുണ്ടാകും. റമീസ് ഖാൻ്റെ വീട്ടിൽ പെൺകുട്ടികളില്ല, മെയിൻ ഒന്നത് 4 ആൺപിള്ളേരാണല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദംകുട്ടീനെ എങ്ങനെയാണോ നോക്കുന്നത്, റമീസ് ഖാൻ്റെ ഏട്ടൻ്റെ കുട്ടീനെ അല്ലെങ്കിൽ വേറൊരു ഏട്ടൻ്റെ 2 മക്കളും കൂടെ വരാനുണ്ട്, അവരെ ഷാനുവിനെയൊക്കെ എങ്ങനെയാണോ നോക്കുന്നത് അതേപടിയാണ് ഇപ്പോൾ അസ്ബൂനെ ആയാലും വാലീനെ ആണെങ്കിലും നോക്കുന്നത്. ഉപ്പാപ്പ വിളിച്ചന്വേഷിക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് റമീസ് ഖാൻ്റെ വീട്ടിൽ നിന്ന് മുഴക്കുന്നിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വിളിക്കുക, മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എനിക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വിളിച്ച സമയത്ത് ആദ്യം ചോദിച്ചത് ഹസ്ബൻഡ് കൊടുത്തു, ആലി കൊടുത്തു. അതാ ഞാൻ എപ്പോഴും കേൾക്കുന്നത് കേട്ടോ. എന്നോട് വിളിച്ചാൽ മക്കൾ എന്താ ചെയ്യുന്നത്, മക്കൾ എന്തെങ്കിലും കഴിച്ചോ ഇങ്ങനെ ചോദിക്കും. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു ലൈഫെല്ലാം കിട്ടുവാണെങ്കിൽ എന്തിനാണ് നമ്മൾ സെക്കൻഡ് ലൈഫ് വേണ്ടാന്ന് വെക്കുന്നത്. നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായിരുന്നു, നമ്മളെ ഉള്ളിൽ അത് അവരിപ്പോഴും ഉണ്ട്. പക്ഷേ പഠിച്ചവൻ്റെ തീരുമാനങ്ങളാണല്ലോ ഓരോന്നും. നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. നിക്കാഹ് കഴിക്കുന്നു, വീണ്ടും ഒരു ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഹറാമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. ഇല്ല, നമ്മൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് വിവാദത്തിലോട്ടേക്ക് പോയിട്ടുണ്ട്. ആ വിവാദ കഥ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമുക്കൊരു ഉള്ളിലൊരു കുത്തലുണ്ടാവും. എനിക്ക് പ്രശ്നങ്ങളില്ല. പിന്നെ ഈ ഒരു കാര്യത്തിനകത്തില്ലേ നമ്മളെ ഇതിന് പറയാത്തതുകൊണ്ട് നിൽക്കാതെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു പിന്നെ അത് പുറത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ഇവരെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്ന സമയത്ത്, ഇങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരാളെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്, പിന്നെ ഇപ്പം തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ എപ്പം നിലനിർത്തി തരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അങ്ങനെ തന്നെ ആവണം എന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഒന്നാമത് നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ആൾക്കാരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പം എന്നോടിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും അവരെ ഓരോ വാക്കുകളെയും ഞാൻ ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കുക എന്ന് പറയുമല്ലോ, ഞാൻ അങ്ങനെ ചെയ്ത കൂട്ടം. അത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ബുക്കുകളെല്ലാം വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊരു സ്റ്റോറി കേൾക്കുന്ന സ്റ്റോറി വായിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ റമീസ് ഖാൻ്റെ വീട്ടിൽ എന്തായാലും ഒരു 5-6 തവണ കൂടുതൽ ഇപ്പോൾ അടുത്ത് തന്നെ പോയി നിന്നിട്ടുണ്ട്. ഞാനും ഉമ്മയും മാത്രം ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഉപ്പയും മാത്രം വീട്ടിലൊറ്റയ്ക്ക് എന്നല്ല, നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കവരെ മനസ്സിലാക്കേണ്ട ടൈം കിട്ടി, മാക്സിമം കിട്ടി. അപ്പോൾ ഇതിലപ്പുറം ഇനി അവർ ഒന്നുമല്ല. കാരണം ഇനി അവർക്ക് കൂടുതൽ സ്വഭാവങ്ങൾ പുറത്ത് വരാനുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ ഒന്നുമില്ല, അവരെന്താണ്
ഒരു ഉമ്മയുപ്പയും എന്തായിരിക്കണം എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിളാണ് എൻ്റെ ഉമ്മയുപ്പയും. അപ്പോൾ ഇനിയിപ്പം എന്ത് വന്നാലും ലൈഫിൽ എന്ത് വന്നാലും നേരിടാൻ ഞാൻ ഓക്കെയാണ്. ക്യുആനേൻ്റെ അകത്ത് നമ്മൾ കുറേ കഥയാണല്ലേ പറയുന്നത്. അല്ല, ക്യുആനേൻ്റെ അകത്ത് എനിക്ക് ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങളെ നമ്മളെക്കുറിച്ച് അറിയാനുള്ളൂ. കാരണം നമ്മളെ വീഡിയോസ് ഇപ്പോൾ കുറച്ചല്ലേ വന്നിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ളൂ. പിന്നെ കുറേയൊക്കെ നമ്മൾ ലൈഫ് സ്റ്റോറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മളെ ജോബ് റെമിസ്ക ഖത്തറിലാണ്. പിന്നെ അവിടുന്ന് പച്ചക്കറീൻ്റെ എങ്ങനെയായിരുന്നു, വെജിറ്റബിളിൻ്റെ പരിപാടിയാണ്. അതിങ്ങനെ ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെയായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. ഖത്തറിലോട്ടേക്ക് വിടാനുള്ള പരിപാടിയൊന്നും നിലവിൽ അങ്ങോട്ടേക്ക് വിടാനുള്ള പരിപാടിയൊന്നും ഇല്ല. കുറച്ച് നാൾ നാട്ടിൽ നിൽക്കട്ടെ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പ്രവാസി ജീവിതം എനിക്ക് തീരെ വെറുക്കപ്പെട്ട ഒരു സാധനമാണ്. ഒന്നുകിൽ ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുക. അതാണ് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം വെച്ചാൽ ലൈഫ് ഉണ്ടാവില്ല, സത്യമാണ്. ഞാനും പലർക്കും 9 വർഷം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളതിനകത്തും നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് 2 വർഷം ജീവിച്ചു. പക്ഷേ ഇതിൻ്റെ അകത്ത് 1 വർഷം മാത്രമേ ഇവർ ഒന്നിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അതുപോലത്തെ നമ്മൾ ഈ 9 വർഷത്തിനകത്ത് മാക്സിമം പോയൊരു 2 വർഷം അങ്ങനെ നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അങ്ങ് പ്രവാസവും ഇങ്ങനെയൊക്കെയായി അങ്ങനെ അങ്ങ് പോയി. അപ്പം അങ്ങനെ ഇനിയും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. പേടിയുണ്ട്, കുറച്ച് ഇങ്ങനെ വിട്ട് നിൽപ്പിക്കാനുള്ള പേടിയുണ്ട്. പിന്നെ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു അക്ഷയ എൻ്റർപ്രണറാണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റോറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോലി ഇതാണ്. പിന്നെ കൂടുതൽ എന്ത് പറയാൻ, ഇപ്പം തന്നെ വീഡിയോ നീണ്ടുപോയിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ വീഡിയോ നീണ്ടുപോയാലും കുഴപ്പമില്ല എന്നൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പറയുമ്പോൾ എല്ലാം ക്ലിയർ ആക്കി പറയണേ, നല്ല മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ ഇതിനൊക്കെ മറുപടി ആയിട്ട് വരും. വിമർശിക്കുക, നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ അത് ഉപകരിക്കും. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലും കൂടി ഉണ്ട്, ടിപ്സ് ഓഫ് ലൈഫ്. അതും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം. നമ്മളെ കുഞ്ഞു കുഞ്ഞു ഷോർട്സും സന്തോഷങ്ങളൊക്കെ നമ്മൾ അതിനകത്തും കൂടെ പങ്കുവെക്കും. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണ്, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, നല്ല ചടപ്പുകളും ഉണ്ടാവും, സംസാരിക്കാനായിട്ടില്ല. അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് എനിക്ക് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങ് പോകില്ല. പക്ഷെ ഞാൻ അങ്ങനെ, എനിക്ക് സംസാരിക്കാൻ നല്ല മടിയാണ്. അതുകൊണ്ട് വീഡിയോനകത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഒരു പാവം മോനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം തന്നെയാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം നമ്മൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ. അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കൂടെ കൂടുക. ഹൃദയം തന്നെ കൂട്ടണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അപ്പം ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ പറയാനുണ്ട്. നമ്മളെ ലൈഫിൽ നമ്മൾ കുറേ വിവാദങ്ങളല്ല അപവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മളെ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ബൈ.